കുടുംബശ്രീയുടെ സംസ്ഥാനതല പുസ്തകയാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. സ്വീകരണ യോഗം ടൗൺ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസ്ഥാനം 14 വർഷം പിന്നിട്ട സന്തോഷവേളയിലാണ് ഒരുമിച്ചിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തിന്റെ മുൻധാരയിൽ എത്തിക്കുക, സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻധാരയിൽ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇത്രയും വിജയകരമായി ഇത് കാലങ്ങൾ പിന്നിടും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 14 വർഷം പിന്നിടുമ്പോൾ സ്ത്രീകൾ എത്രമാത്രം ശക്തി ആർജിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇന്നിവിടെ ഈ പുസ്തകയാത്രയ്ക്ക് നൽകിയ സ്വീകരണ ജാഥയിൽ കാണാൻ പറ്റിയത്. ഇന്നിവിടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളായ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ അനുഭവങ്ങളെ കുറിച്ച് ഇന്നിവിടെ പറയുകയും അതുപോലെ തന്നെ ഇത്തരം അനുഭവങ്ങൾ സമാഹരിച്ച് പുസ്തക രൂപത്തിലാക്കി നമ്മുടെ കേരളത്തിലുടനീളം അത് സമാഹരിച്ച് നമ്മുടെ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറും എന്നൊരു വിശ്വാസത്തോടു കൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. ലോക സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ 8 കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടിയിൽ നിന്നാണ് പുസ്തകയാത്ര ആരംഭിച്ചത്. ഒക്ടോബർ 1 എറണാകുളത്ത് ഇത് സമാപിക്കും. ജാഥ കടന്നുപോകുന്ന കേന്ദ്രങ്ങളിൽ ഏകദിന കുടുംബശ്രീ സംഗമങ്ങളും അയൽക്കൂട്ട അംഗങ്ങൾ കുടുംബശ്രീ അനുഭവങ്ങൾ പങ്കിടുന്ന വായനയും ചർച്ചകളും കലാപരിപാടികളും നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം അഡ്വക്കേറ്റ് എൻ.എ. ഖാലിദ്, നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, വിവിധ പഞ്ചായത്ത് ഭരണസാരഥികൾ, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും നടന്നു.